എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബൈക്കിൻ്റെ ഒരു സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്നത് സ്പ്ലെൻഡർ ബൈക്കാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി സ്പ്ലെൻഡർ, ഹീറോ ഹോണ്ട പാഷൻ പ്ലസ്, പാഷൻ പ്രോ, സ്പ്ലെൻഡർ പ്രോ, ഗ്ലാമർ തുടങ്ങിയ എല്ലാ വണ്ടികൾക്കും തന്നെ ഈ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്യാം. പിന്നെ ബേസിക്കലി ചില കാര്യങ്ങളിൽ മാത്രം ചെറിയ വ്യത്യാസം വരും, അത് നമ്മളുടെ യുക്തിപരമായ രീതിയിൽ ചെയ്യുക. അപ്പോൾ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് ഇതാണ്. ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറിൻ്റെ സ്പാർക്ക് പ്ലഗ് നല്ല ഈ ചെറിയൊരു ഐറ്റമാണ്. ഇതിന് 70 രൂപ, എനിക്ക് തോന്നുന്നു ഇതിന് 70 രൂപയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് മാറ്റാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ ഇത് മാറ്റാം എന്നതിനെക്കുറിച്ച് നോക്കാം. അതിന് മുന്നേയായിട്ട് ഞാൻ എന്താണ് സ്പാർക്ക് പ്ലഗ്, എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് എല്ലാവരോടും വിശദീകരിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ കാണുക. ഇതാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമുക്ക് ഇതിന് രണ്ടായിട്ട് തിരിക്കാം, രണ്ട് പോർഷൻസ് ആയിട്ട് തിരിക്കാം. ഇത് പോസിറ്റീവ് ടെർമിനലെന്നും ഇതിനെ നമുക്ക് നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയാം. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്ന പോർഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ത്രെഡ് വരുന്നത്. ആ ത്രെഡിൻ്റെ ഇൻ കണക്ഷനായിട്ടാണ് ആണ്ട് ആ കാണുന്ന ആ പോർഷൻ വളഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഈ വളഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഇത് നെഗറ്റീവ് പോർഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പോസിറ്റീവ് പോർഷൻ്റെ ഭാഗമായിട്ടാണ് ആ ഉള്ളിൽ കാണുന്നത്, ആ ഇൻസുലേറ്ററിൻ്റെ ഉള്ളിൽ, ആ വെളുത്ത് കാണുന്ന ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനും പോസിറ്റീവിനും തമ്മിൽ വേർതിരിക്കുന്ന കറണ്ട് കടത്തിവിടാത്ത ഭാഗം. ആ ഇൻസുലേറ്ററിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നത് പോസിറ്റീവ് പോർഷനായിട്ട് നമുക്ക് ഇടുക. പോസിറ്റീവിൻ്റെ ഇൻകണ്ടിന്യൂഷനാണ് ഈ പോർഷൻ. നമ്മൾ സ്പാർക്ക് പ്ലഗിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇത് സ്പാർക്ക് പ്ലഗിനെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യും. നമ്മൾ ഇതിൻ്റെ എൻഡ് ഒരു വയർ കാണും. ഈ വയറിൽ ഏകദേശം 6000-നും 10,000-നും ഇടയിലുള്ള വോൾട്ടാണ് വരുന്നത്. വോൾട്ട് ഈ 6000-നും 10,000-നും ഇടയിൽ വരുന്ന വോൾട്ട് നമ്മുടെ ഇത് വഴി ഈ ടിപ്പിലേക്ക് വരികയും അങ്ങനെ ഈ ടിപ്പ് നെഗറ്റീവായിട്ടുള്ള ബന്ധം മൂലം അവിടെ സ്പാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സ്പാർക്കിൻ്റെ ഭാഗമായിട്ട് എഞ്ചിനകത്ത് ഫയർ ഉണ്ടാവുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ ടിപ്പ് ഇത് സെൻറ്ററിനകത്തൂടെ പോവുകയാണ്. ചില സമയങ്ങളിൽ ഈ സെൻറ്ററിൽ വെച്ച് ഇത് ബ്രേക്ക് ആകാറുണ്ട്. ബ്രേക്ക് ആകുമ്പോൾ ഈ പവർ, ഈ 6000-നും 10,000-നും ഇടയിലുള്ള ഈ വാട്ട്സ് നമ്മുടെ ഈ പോയിൻറ്റിലേക്ക് വരാതിരിക്കുകയും സ്പാർക്ക് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആയി നമ്മൾ അനുമാനിക്കുന്നത്. ബേസിക്കലി സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആകുന്ന വേറെ രീതിയിൽ നമുക്ക് അനുമാനിക്കാം. വാഹനം നമ്മൾ സെൽഫ് സ്റ്റാർട്ടോ കിക്ക് സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ട് സ്റ്റാർട്ടാകാതിരിക്കുക. അപ്പോൾ ബേസിക്കലി സ്റ്റാർട്ടാകാതിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നുകിൽ വാഹനത്തിൽ ഫ്യൂവൽ ഇല്ലാതിരിക്കുക, പെട്രോൾ ഇല്ലാതിരിക്കുക. അപ്പോൾ വാഹനത്തിൽ പെട്രോൾ ഉണ്ട്, അത് കാർബറേറ്റർ വഴി എഞ്ചിനിലേക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ആ പോർഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുക. അപ്പം എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ സ്പാർക്ക് പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആണ്. സ്പാർക്ക് പ്ലഗ് ഉടനെ തന്നെ മാറ്റുക. ഇതിന് 70 രൂപയാണ് വില. മാറ്റുന്ന വലിയ കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നമുക്കിനി എങ്ങനെയാണ് സ്പാർക്ക് പ്ലഗ് മാറ്റുന്നത് എന്ന് നോക്കാം. ബൈക്കിൻ്റെയൊക്കെ റിപ്പയറിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്, ഈ ഒരു ടൂൾസ് സ്റ്റാൻലി എന്ന് പറയുന്ന കമ്പനിയുടെ റിംഗ് സ്പാനർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം റിംഗ് സ്പാനർ ആകുമ്പോൾ നമ്മളുടെ ഈ നട്ടും ബോൾട്ടും ഒന്നും അതിൻ്റെ ഈ കാണുന്ന ഈ പോർഷൻസൊന്നും തേഞ്ഞ് പോകാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അതേസമയം നോർമൽ സ്പാനർ ആണെങ്കിൽ നമുക്ക് അത് ഈ പോർഷനൊക്കെ തേഞ്ഞ് പോയിട്ട് പിന്നെ ഊരാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിംഗ് സ്പാനർ യൂസ് ചെയ്യുക. ഇത് സ്റ്റാൻലി എന്ന് പറയുന്ന കമ്പനിയുടെ റിംഗ് സ്പാനറാണ്. ഞാനിത് ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി വാങ്ങിച്ചതാണ്. ഒരു ഓഫർ പ്രൈസിൽ എനിക്കൊരു 450-500 രൂപയ്ക്കകത്ത് കൊണ്ട് കിട്ടിയതായിരുന്നു ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒരു സ്പാനർ സെറ്റ് വാങ്ങിക്കുക. ഒരു പ്ലെയർ കയ്യിൽ സൂക്ഷിക്കുക, പിന്നെ ഒരു അത്യാവശ്യം സ്ക്രൂ ഡ്രൈവർ അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ ഏകദേശം നമുക്ക് ബൈക്കിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ വർക്ക്സുകളും ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്പാർക്ക് പ്ലഗ് മാറ്റുന്ന ആ പോർഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഇതാണ്. ഈ സ്പാർക്ക് പ്ലഗ് ഞാൻ പറഞ്ഞ വയർ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ വയറിൽ കൂടിയാണ് 6000-നും 10,000-നും ഇടയിലുള്ള ആ ഒരു വോൾട്ട്സ് വരുന്നതും നമ്മുടെ ഇതിനകത്ത് സ്പാർക്ക് ഉണ്ടാകുന്നതും എഞ്ചിനകത്ത് തീ ഉണ്ടായിട്ട് അത് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഈ ക്യാപ്പിൻ്റെ പേരാണ് നമ്മളുടെ ക്യാപ്പ് അസ് എ നോയ്സ് സപ്രസർ എന്ന് പറഞ്ഞാൽ ഈ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു തീപ്പൊരി ഉണ്ടാകും. അപ്പോൾ ചെറിയൊരു ശബ്ദം ഉണ്ടാകാറുണ്ട്. ആ ശബ്ദം പുറത്തേക്ക് വരാതെ സൂക്ഷിക്കുന്നതും അതോടൊപ്പം വെള്ളമൊന്നും സ്പാർക്ക് പ്ലഗിനകത്തേക്ക് കയറാതെ സംരക്ഷിക്കുന്നതൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേര് ക്യാപ്പ് അസ് എ നോയ്സ് സപ്രസർ എന്നാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നെയിം. ഇത് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് ഇത് ഈ ഒരു വയറിൽ നിന്നും ഇതിങ്ങനെ ഊരിയെടുക്കാം. ഞാൻ ഇന്ന് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പുതിയ തരണം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ 80 രൂപയാണ് ഒറിജിനൽ ജെനുവിൻ സാധനത്തിൻ്റെ വില. 80 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് ഊരി മാറ്റി. ഇനി നമുക്ക് ഒരു
16 mm ഒരു റിംഗ് സ്പാനർ ആവശ്യമായിട്ടാണ്. സാധാരണ എല്ലായിടത്തും ഈ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഊരാനായിട്ട് ഒരു നീളത്തിലുള്ള ലിവർ പോലുള്ളൊരു സാധനമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഇപ്പോൾ നിലവിൽ അതില്ല. പക്ഷേ ഈ 16 ഇഞ്ചിൻ്റെ ഇതും വെച്ചിട്ട് സ്പ്ലെൻഡറിൻ്റെ ഊരാൻ പറ്റും. നമ്മൾ ഇതെല്ലാം ഇത്രയും പോർഷൻ ഇതിനുള്ളിലായിരിക്കും. അതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ആണ് തിരിച്ച് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഊരുകയാണ്. പഴയത് എപ്പോഴും ഊരുന്നത് താഴേക്കായിരിക്കണം. ഇങ്ങനെ താഴേക്ക് ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഊരാവുന്നതേ ഉള്ളൂ. ഇതായിരുന്നു നേരത്തെ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന പഴയ സ്പാർക്ക് പ്ലഗ്. അപ്പോൾ അവൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫ്യൂവലൊക്കെ കറക്റ്റാണ്. പിന്നെ സ്റ്റാർട്ടാകാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഇതൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ വന്ന പോർഷനിലിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയതൊക്കെ അർത്ഥമാണ്. അപ്പോൾ അത്രയൊന്നും വിശദമായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്കത് നോർമലി ഇത് കംപ്ലൈൻ്റ് ആയി എന്നുള്ള രീതിയിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഞാൻ ഈ സ്പോഞ്ചൊക്കെ ഇട്ട് ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. കാര്യം വെച്ചാൽ ചിലപ്പോൾ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുക, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇത് കട്ട് ചെയ്താൽ നമുക്കത് ഫിറ്റ് ചെയ്യാം. ഉണ്ടല്ലേ, ഇതാണ് സാധനം. അപ്പം ഇത് അകത്തേക്ക് കയറ്റി ഇതിനൊക്കെ ക്ലോക്ക് വൈസ് തിരിച്ചു കൊടുത്തിട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ടൈറ്റായി. അപ്പം ഇത് ഓക്കെ ആയി സാധനം. അത് ഫിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഫിറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്, വലിയ കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് എടുക്കത്തില്ല, 2-3 മിനിറ്റ് അങ്ങനെ എടുക്കത്തേ ഉള്ളൂ. അതിനപ്പുറമൊന്നും എടുക്കാറില്ല നോർമലി. അപ്പോൾ സ്പാർക്ക് പ്ലഗ് നമ്മളെടുത്തു. സൂക്ഷിച്ച് ത്രെഡ് പോകാതിരണം അകത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഏകദേശം ഇരുന്നു. ഇനി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വലത്തുവശത്തേക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ തിരിച്ചു കൊടുക്കുക. ഏകദേശം കൈകൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി ആദ്യം. അത് ഏകദേശം കൈകൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് 16 mm റിംഗ് സ്പാനർ ഇട്ടിട്ട് ചെയ്യാം. മാക്സിമം ആപ്റ്റായിട്ടുള്ള ടൂൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഡാമേജൊക്കെ ആകാൻ പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ടൈറ്റ് ആകുന്നുണ്ട്. നല്ലോണം ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മഴയത്തൊക്കെ നനഞ്ഞ വെള്ളമൊക്കെ ഇറങ്ങി ചിലപ്പം വണ്ടി അവിടെ നിൽക്കാനിടയുണ്ട്. അതുകൊണ്ട് നല്ലോണം ടൈറ്റ് ചെയ്യണം. മാക്സിമം ഇതിപ്പോൾ എൻ്റെ ഈ വണ്ടിക്കകത്ത് 16 mm സ്പാനർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ വണ്ടിയിലും അത് പറ്റണമെന്നില്ല. അല്ലാത്ത വണ്ടിയിലൊക്കെ അതിൻ്റെ ആപ്റ്റായിട്ടുള്ള ടൂൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. അതിന് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ങിക്കാഞ്ഞത് കൊണ്ട്. അപ്പോൾ ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങോട്ടേക്ക് ഇവിടെ ഒരു ക്ലാമ്പുണ്ട്, ക്ലാമ്പിലിട്ടൊക്കെ ഒന്ന് കയറ്റി വയ്ക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് നല്ലോണം പ്രസ് ചെയ്ത് കയറ്റുക. അപ്പോൾ ഏകദേശം സ്പാർക്ക് പ്ലഗ് ഓക്കെ ആയി. അപ്പോൾ ഇത്രയും മാത്രമേ നമ്മളുടെ സ്പാർക്ക് പ്ലഗ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് വളരെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.